പ്രണയിച്ചയാളെ വിവാഹം കഴിച്ചതിന് കുടുംബത്തിൽ നേരിട്ട ഒറ്റപ്പെടൽ, പിന്നീട് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള സമ്മർദ്ദവും ഭീഷണിയും. കോഴിക്കോട് പയ്യാനിക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അനുഭവിച്ചത് സമാനതകളില്ലാത്ത പീഡനമാണ്. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യണമെന്നാണ് കുടുംബം നിർബന്ധിക്കുന്നത്. കുടുംബസ്വത്തിൻ്റെ ഓഹരി യുവാവിൽ നിന്ന് ഉമ്മ സ്വന്തം പേരിലാക്കി. വീട്ടിൽ നിന്നും മോഷണം നടത്തിയെന്ന് ആരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസുമെടുത്തു. ഇപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ യുവദമ്പതികൾ. രണ്ടായിരത്തി 19 ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയും കോഴിക്കോട് പയ്യാനിക്കൽ സ്വദേശിയും ആയ യുവാവും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. പിന്നീട് 2021 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തുന്നത്. ആ സമയം മുതൽ കടുത്ത പീഡനങ്ങൾക്ക് താൻ വിധേയയാകുന്നു എന്നാണ് യുവതി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മതം മാറണമെന്നാണ്. ഹിന്ദു മതവിശ്വാസിയായ യുവതി മുസ്ലിം ആയി മാറണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരമൊരു മതമാറ്റത്തിന് താൻ ആവില്ല എന്ന് അറിയിച്ചുകൂടി മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നോട് ഉമ്മ പറയുന്നത് ഹസ്ബൻഡിന് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറയുന്നത് നീ വേറൊരു കല്യാണം കഴിക്കുക, നമ്മളെ മുഖത്തുനിന്ന് വേറൊരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണവും പൈസ എടുത്ത് എനിക്ക് തരണം, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇതാണ് ഉമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും വക്കീലാണ് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മയുടെ ആവശ്യം ഇനിയും സ്ത്രീധനം വേണം. ഉമ്മയ്ക്ക് മാത്രമല്ല, അനിയത്തിയുണ്ട് ഫിദ എന്ന് പറയും, അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീബ്. ഇവർക്ക് ആ വീട്ടിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറിക്കൊടുക്കണം. വീട്ടിലെത്തിയ ശേഷം കടുത്ത പീഡനങ്ങൾക്കാണ് തന്നെ കുടുംബം വിധേയമാക്കിയതെന്നും യുവതി പറയുന്നു. 1 വയസ്സുള്ള കുട്ടിക്ക് കളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ വീടിന്റെ സുരക്ഷയ്ക്കായി CCTV ദൃശ്യങ്ങൾ CCTV വെച്ചപ്പോഴും ഈ ദൃശ്യങ്ങൾ പലപ്പോഴും തന്റെ കിടപ്പുമുറി അടക്കമുള്ളിടത്തേക്കാണ് തിരിച്ചുവെച്ചത്. താൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അത് മറ്റിടത്തേക്ക് മാറ്റിയത്. തങ്ങൾക്ക് വീട്ടിൽ കഴിയാമെന്ന കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം കുടുംബം ഒരുക്കുന്നില്ല. വൈദ്യുതിയും വെള്ളവും ഒക്കെ വിച്ഛേദിച്ച് തങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് ഒരു മുറി ആവശ്യമുണ്ടായപ്പോൾ ആ മുറിയിലേക്ക് കയറിയതിന് മോഷണക്കുറ്റം അടക്കം ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസ് നൽകിയെന്നും യുവതി പറയുന്നു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പറ്റത്തില്ല. അത് എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം ഈ പുള്ളി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്തും എന്റെ മതം വിട്ട് വരത്തില്ല. പുള്ളിയും അതെന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വട്ടം പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആ മതം വിശ്വസിക്കുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, ഈ മതം മാറണം. മതം മാറുകയാണെങ്കിൽ പ്രശ്നമില്ല, മതം മാറിയില്ലെങ്കിലാണ് പ്രശ്നം. കടുത്ത പീഡനങ്ങൾ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ് യുവാവും പറയുന്നത്. കുടുംബത്തിന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്ന് ഈ ഭാര്യയുമായി താൻ വഴക്ക് അടിക്കുന്ന ഒരു കാര്യം വരെയെത്തിയിരുന്നു. ഇതേ തുടർന്ന് തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് എഴുതി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വത്തിൽ ഒരു ഭാഗം തന്റെ കുട്ടിക്ക് എഴുതി നൽകുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അതിന്റെ അവകാശം നൽകുന്ന സാഹചര്യമുണ്ടായി. ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു. എന്റെ അടുത്തുനിന്ന് ബ്ലാങ്ക് പേപ്പറിൽ പോലും അന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ഞങ്ങൾ തമ്മിൽ, ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ച് തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്നാൽ ആ വീട്ടിലേക്ക് യാതൊരു വിധത്തിൽ ഒരു ദിവസം ഞാൻ തീരെ വയ്യാതെ പനിച്ച് വീടിനടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ എന്റെ വൈഫ് കൊണ്ടുപോയിട്ട് കാണിച്ചു. അപ്പൊ അവിടുന്ന് പിന്നെയും തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആ വീട്ടിൽ കിടന്ന സമയം, ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഉമ്മേനെ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി വിട്ടു. കോഴിക്കോട് ബീച്ചിലാണ് പകലും വൈകുന്നേരങ്ങളുമൊക്കെ അവർ സമയം ചെലവഴിക്കുന്നത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാണ് വസ്ത്രം മാറുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. ലോഡ്ജിലും ബീച്ചിലുമായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടുംബം അഭയം പ്രാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഉചിതമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യുവാവും യുവതിയും ഉള്ളത്.